അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് എന്നുള്ള സെക്ഷനാണ്. ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത ക്ലാസ് മുതൽ ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഫോർ വെലോസിറ്റി നമ്മൾ ഫോർ വെക്ടർ എന്താണെന്ന് കണ്ടു, റൈറ്റ്? അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഫോർ വെക്ടർ ആണ് ഫോർ വെലോസിറ്റി എന്ന് പറയുന്നത്. റിലേറ്റിവിസ്റ്റിക് എനർജി ആൻഡ് മൊമെന്റം, റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ്, അതിന്റെ ബേസിക് ഐഡിയാസ്, വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറൊക്കെ നമ്മൾ ചെയ്യുന്ന അതിലുള്ള ചില ഇക്വേഷൻസ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ലോ ഫോർ കോമ്പണൻസ് ഓഫ് ഫോഴ്സ്, റൈറ്റ്? ഈ ട്രാൻസ്ഫോർമേഷൻ ലോസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടുത്ത ക്ലാസ് മുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ലോ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഗിവൺ ആയിട്ട് ചെയ്യാതെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മിങ്കോവ്സ്കി ഫോഴ്സ്, അതും നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിന്റെ റിലേറ്റിവിസ്റ്റിക് ഫോർമുലേഷനിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ലോറൻസ് ഫോഴ്സ് ലോ നമുക്ക് റിലേറ്റിവിസ്റ്റിക് നൊട്ടേഷൻ ഉപയോഗിച്ച് എഴുതണം. നമ്മുടെ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ്. ആദ്യം നമുക്ക് പ്രോപ്പർ ടൈം എന്നുള്ള കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് റീവിസിറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പോൾ പ്രോപ്പർ ടൈം എലോങ് എ പാത്ത് ഇൻ സ്പേസ് ടൈം. നമ്മൾ പ്രോപ്പർ ടൈം എന്നുള്ള ബേസിക് ഐഡിയ എന്താണെന്ന് പറഞ്ഞിരുന്നു. പ്രോപ്പർ ടൈം നമുക്ക് സ്പേസ് ടൈം, ഇതാണ് സ്പേസ് ടൈം. നമ്മൾ സി ടി എക്സ്, ഇവിടെ എക്സ് കൊമ വൈ കൊമ സെഡ് ഉണ്ട്, എല്ലാം വരയ്ക്കാൻ കഴിയില്ല. സോ എ കൊമ ബി എന്നുള്ള 2 പോയിന്റ് ഉണ്ടെന്ന് കരുതുക. ഈ പോയിന്റ്സിന്റെ, ഈ 2 പോയിന്റിന്റെ ഇടയിലുള്ള പ്രോപ്പർ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റും സ്പേസിൽ ഒരേ പോയിന്റിൽ അയക്കുന്ന റെഫറൻസ് ഫ്രെയിംസ് ഉണ്ട്, ഒബ്സർവേഴ്സ് ഉണ്ട്. എ എന്നുള്ള പോയിന്റും ബി എന്നുള്ള പോയിന്റിലും അവനവന്റെ സ്പേഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എക്സാക്ട്ലി ഒരേ പോയിന്റിൽ സംഭവിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു, എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു കാറിന്റെ കാര്യമാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം എയും ബിയും കാറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരേ പോയിന്റിലാണ് നടക്കുന്നത്. അപ്പോൾ ആ ഫ്രെയിമിൽ ഉള്ള ടൈമിനെയാണ് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാം, പ്രോപ്പർ ടൈം എലോങ് എ പെർട്ടിക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ എയുടെയും ബിയുടെ ഇടയിൽ നമുക്ക് പല വഴികളിൽ കൂടെ ട്രാവൽ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒബ്സർവേഴ്സിനെല്ലാം എയും ബിയും ഒരേ പോയിന്റിൽ തന്നെയായിരിക്കും, സ്പേസിൽ ഒരേ പോയിന്റിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർ ടൈം എലോങ് എ പാത്ത് കണ്ടുപിടിക്കാൻ ഇതിലുള്ള ചെറിയ ഇന്റർവെലിന്റെ പ്രോപ്പർ ടൈം എടുക്കുക, ഡി ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. ദെൻ ഇന്റഗ്രേറ്റ്. നമ്മൾ യൂഷ്വലി കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നില്ല. അവിടെ നമ്മൾ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചാണ് ഡി ആർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡി ആർ വെക്ടർ കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ ഡി ടോ കണ്ടുപിടിക്കുന്ന ഒരു ഈ മിങ്കോവ്സ്കി ഫോർമുലേഷൻ ഉപയോഗിച്ചാണ്. ദാറ്റ്സ് ഓൾ. സോ അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രോപ്പർ ടൈം മെഷർ ചെയ്യുക? യു ജസ്റ്റ് ടേക്ക് എ ക്ലോക്ക് എലോങ് എ പാത്ത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ടൈം എലോങ് എ പാത്ത് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട്സ് എ പ്രോപ്പർ ടൈം എലോങ് എ പെർട്ടിക്കുലർ പാത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ബൈ ക്യാരിങ് എ ക്ലോക്ക് എലോങ് ദാറ്റ് പെർട്ടിക്കുലർ പാത്ത്. റൈറ്റ്, ഇതാണ് പ്രോപ്പർ ടൈം എന്നുള്ള കോൺസെപ്റ്റ്. നമ്മൾ ഇൻഫിനിറ്റെസിമൽ ആയിട്ടുള്ള ഒരു ഇന്റർവെലിനുള്ള, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്തിലുള്ള ഒരു ഇൻഫിനിറ്റെസിമൽ ഡ്യൂറേഷന് കറസ്പോണ്ട് ചെയ്യുന്ന പ്രോപ്പർ ടൈമാണ് ഡി ടോ എന്ന് എഴുതുന്നത്. ഇപ്പോൾ സ്ട്രേറ്റ് ലൈൻ പാത്ത് ആണെങ്കിൽ കുഴപ്പമില്ല. ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് സ്ട്രേറ്റ് ലൈൻ പാത്ത് എടുക്കുകയാണെങ്കിൽ ഡി ടോ എന്നുള്ളതിനേക്കാൾ ടോ എന്ന് തന്നെ എഴുതാം. ദിസ് ഇസ് ഫൈൻ. ദിസ് വുഡ് ബി ടോ സ്ക്വയർ ആൻഡ് ദിസ് വുഡ് ബി എക്സ് സ്ക്വയർ. ദിസ് വുഡ് ബി ടോ, ദിസ് വുഡ് ബി എക്സ് സ്ക്വയർ, ദിസ് വുഡ് ബി സി സ്ക്വയർ ടി സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ മിങ്കോവ്സ്കി തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കും. ഇങ്ങനെ ടോ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നമ്മൾ ഡെൽറ്റ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദിസ് ഇസ് ഡെൽറ്റ ടി സ്ക്വയർ, ദിസ് ഇസ് ഡെൽറ്റ ടോ. അപ്പോൾ നമ്മുടെ മിങ്കോവ്സ്കി തിയറം ഉപയോഗിച്ച് നമുക്ക് ഡെൽറ്റ ടോ സ്ക്വയർ, അല്ലെങ്കിൽ ഇൻവേരിയന്റ് ഇന്റർവെലിന്റെ ഫോർമുല ഉപയോഗിച്ച്, അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിന്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ടോ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് let's see, so that is delta x square by c square minus or like this. Okay, I think we should write it like this. Delta t square minus delta x square by c square. Alright, അതായത് നമ്മൾ ds square ഡിഫൈൻ ചെയ്തിരുന്നു. ഓക്കെ, ds square by c square minus of it, ഇതിനെയാണ് നമ്മൾ d tau square എന്ന് പറഞ്ഞത്. Alright, so this is the proper time. അപ്പോൾ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് u ആണെങ്കിൽ, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, ഒരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് u ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ ടൈമിന് ഇങ്ങനെ എഴുതാം, ഡി ടോ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഡി ടി. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്, ഡി ടി ഇസ് ഈക്വൽ ടു ഗാമ ഡി ടോ. റൈറ്റ്, അതർവൈസ് ഡി ടോ ഇസ് ഈക്വൽ ടു ഡി ടി ബൈ ഗാമ. ഇവിടെ ഗാമ എന്ന് പറയുന്നത് യു എന്നുള്ള സ്പീഡിൽ മൂവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഗാമ എന്ന് പറയുന്നത് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. റൈറ്റ്, അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യം ഇതാണ്, ഡി ടോ ഇസ് ഈക്വൽ ടു square root of 1 minus u square by c square dt. Okay, using this you can find the proper time along a path. Most importantly, this is relativistically invariant.
റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്, അതായത് ഒരു ലോറൻസ് ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി ആണ്. അതായത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ പാത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന പ്രോപ്പർ ടൈം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഫ്രെയിം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. അതിന് ഫ്രെയിം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. The proper time along a path in space-time can be measured by carrying a clock along the path. അപ്പോൾ ആ പാത്തിലൂടെ നമ്മളൊരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ യു എന്നുള്ള സ്പീഡിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രോപ്പർ ടൈം എന്നുള്ളത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ യു എന്നുള്ള സ്പീഡിൽ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലെ വാച്ച് നോക്കിയാൽ മതി പ്രോപ്പർ ടൈം എന്താണെന്ന് കണ്ടുപിടിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിസ് ഇസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. അതായത് രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ പാത്തിലൂടെ സ്പേസ് ടൈമിൽ ഒരു പെർട്ടിക്കുലർ ട്രജക്ടറിയിലൂടെ പോകുമ്പോൾ ഉള്ള പ്രോപ്പർ ടൈം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഫ്രെയിം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. പലരും പല രീതിയിലായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ ഫ്രെയിമിലുള്ള ആള് സ്വന്തം ഈ രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ സ്വന്തം വാച്ചിലെ സമയത്തിനെ ഈ ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ പ്രോപ്പർ ടൈം കണ്ടുപിടിക്കുന്നത്. അതേസമയം ഈ രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിലെ വാച്ചിന്റെ സമയമാണ് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ദിസ് ഇസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. അതായത് ഫ്രെയിം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ട്. രണ്ട് ഇവന്റിന്റെ ഇടയിൽ ഒരു പെർട്ടിക്കുലർ പാത്തിലുള്ള പ്രോപ്പർ ടൈം എന്താണ് എന്നുള്ളതിന് ഫ്രെയിം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. എവറി വൺ വിൽ എഗ്രി ഓൺ ദിസ്. അതുപോലെ പ്രോപ്പർ എന്നുള്ള വാക്ക് നമ്മൾ ഫ്രഞ്ചിലുള്ള പ്രോപ്പർ എന്നുള്ള വാക്കിന്റെ ട്രാൻസ്ലേഷൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു മിസ് ട്രാൻസ്ലേഷൻ ആണ്. കാരണം പ്രോപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഓൺ, സ്വന്തം എന്നുള്ള അർത്ഥം. സോ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി സ്വന്തം സമയം. അതായത് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ വാച്ചിൽ കടന്നുപോയ സമയം എന്താണെന്നുള്ളതാണ് പ്രോപ്പർ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോപ്പർ ടൈം അറിയുകയാണെങ്കിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള രണ്ട് ഇവന്റ്സിന്റെ ഇടയിലുള്ള ഇൻവേരിയന്റ് ഇന്റർവെൽ നമുക്ക് കണക്കാക്കാൻ കഴിയും എലോങ് എ പെർട്ടിക്കുലർ പാത്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്ലോക്സ് മെഷർ ദ സ്പേസ് ടൈം ഡിസ്റ്റൻസ് ജസ്റ്റ് ലൈക്ക് ഓഡോമീറ്റേഴ്സ് മെഷർ സ്പേഷ്യൽ ഡിസ്റ്റൻസ് എലോങ് എ പാത്ത്. അപ്പോൾ ചില കേസസിൽ ഈ പ്രോപ്പർ ടൈം റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയതുകൊണ്ട് ഈ പ്രോപ്പർ ടൈം എന്നുള്ള ക്വാണ്ടിറ്റി നമ്മുടെ യൂഷ്വൽ ഇതിനെ കോർഡിനേറ്റ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ രണ്ട് ഇവന്റ്സിന്റെ ഇടയിലുള്ള സമയമാണ് കോർഡിനേറ്റ് ടൈം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം വരച്ചു CTX. രണ്ട് ഇവന്റ്സ് ഉണ്ട് A, B. ഇപ്പോൾ കോർഡിനേറ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള കോർഡിനേറ്റ് ടൈം എന്ന് പറയുന്നത് ഇതാണ്, CDT. അതേസമയം പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം ഷോൺ ഓൺ എ വാച്ച്. പ്രോപ്പർ ടൈം അലോങ് ദിസ് പാത്ത്, ഈ പാത്തിലൂടെയുള്ള പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന, അതായത് ഈ ഇവന്റിൽ നിന്ന് ഈ ഇവന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളുടെ വാച്ചിൽ കാണുന്ന സമയമാണ്. ഇതിനെ നമ്മൾ കോർഡിനേറ്റ് ടൈം എന്നാണ് പറയുക. ഇതിന്റെ ഇടയിലുള്ള ഈ C ഡെൽറ്റ ടി എന്നുള്ളതിന് നമ്മൾ കോർഡിനേറ്റ് ടൈം എന്നാണ് പറയുക. അതുകൊണ്ട് കോർഡിനേറ്റ് ടൈമിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് പ്രോപ്പർ ടൈം. കാരണം കോർഡിനേറ്റ് ടൈം റിലേറ്റിവിസ്റ്റിക്കലി ചേഞ്ച് ചെയ്യുന്നതാണ്, നമുക്ക് അത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ചേഞ്ച് ചെയ്യും. അതേസമയം പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ട്വിൻ പാരഡോക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല. ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ വാട്ട് വി മീൻ ബൈ ട്വിൻ പാരഡോക്സ്. ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു മിസ്നോമർ ആണ്, ഒരു പാരഡോക്സ് ഇല്ല, പക്ഷെ അത് വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസിന് വിധേയമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ട്വിൻ പാരഡോക്സ്. അപ്പോൾ ട്വിൻ പാരഡോക്സിന്റെ ബേസിക് ഐഡിയ ഇതാണ്. റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഒരു പെയർ ഓഫ് ട്വിൻസ് ഉണ്ട് എന്ന് കരുതുക. സപ്പോസ് യു ഹാവ് ഗോട്ട് എ പെയർ ഓഫ് ട്വിൻസ്. നമ്മുടെ CT നമ്മുടെ സ്പേസ് ടൈം ആണ്. അപ്പോൾ അവരുടെ ഒരു 21st ബർത്ത്ഡേക്ക് ഇവിടെ നിന്ന് മീറ്റ് ചെയ്യാണ്, പാർട്ടി ഒക്കെ കഴിഞ്ഞ്. സോ രണ്ടാൾക്കും 21 ഇയേഴ്സ് ആണ്. ട്വിൻസ് എന്ന് പറയുമ്പോൾ ഒരേ ബർത്ത്ഡേ ഒക്കെയാണ്, ഒരേ പ്രായമാണ് യൂഷ്വലി. അപ്പോൾ അതിൽ ഒരാൾ ഹി ഗോസ് ഓൺ എ ട്രാവൽ. അതായത് നമ്മൾ സ്പേസ് ടൈം ഡയഗ്രാം, ട്രാവൽ ചെയ്യുന്ന ആളുടെ സ്പേസ് ടൈം ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. ഹീസ് മൂവിങ് അറ്റ് വെലോസിറ്റി സ്പീഡ്. അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. ഇൻവേഴ്സ് ഓഫ് ദ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ആളുടെ സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഹി ഗോസ് ഓൺ എ ഹൈ സ്പീഡ് ട്രാവൽ ആൻഡ് ദെൻ ഹി കംസ് ബാക്ക്. ഇപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറിലേക്ക് വേറെ ഏതെങ്കിലും ഗാലക്സിയിലേക്ക് പോയിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷെ ഭൂമിയിലുള്ള ആള്, ഭൂമിയിൽ തന്നെ സ്റ്റേ ചെയ്ത ട്വിന്റെ വേൾഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ് ഭൂമിയിൽ തന്നെ സ്റ്റേ ചെയ്ത ആളുടെ വേൾഡ് ലൈൻ. അയാൾ മൂവ് ചെയ്തിട്ടില്ല, കാര്യമായിട്ട് മൂവ് ചെയ്തിട്ടില്ല. ഹീസ് സിറ്റിംഗ് ഇൻ ഹിസ് റൂം. മേ ബി ഹീസ് വാക്കിംഗ് അറൌണ്ട്, ബട്ട് ഇറ്റ്സ് അറ്റ് സ്മോൾ സ്പീഡ്, സോ ഇറ്റ് ഡസന്റ് മാറ്റർ മച്ച്. ഇപ്പോൾ ഭൂമിയിൽ നിന്ന ആളുടെ വേൾഡ് ലൈൻ പ്രാക്ടിക്കലി ഇതാണ്, ഈ സ്ട്രേറ്റ് ലൈൻ ആണ്. അതേസമയം ട്രാവൽ ചെയ്ത ആളുടെ വേൾഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് A-B എന്നുള്ള രണ്ട് ഇവന്റ്സിന്റെ ഇടയിൽ, അതായത് ഇവർ പാർട്ടി ചെയ്തു, 21st ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് അവർ വേറെ വഴിക്ക് പോയി. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് മീറ്റ് ചെയ്തു. മീറ്റ് ചെയ്യുന്ന ഇവന്റ് ആണ് B. അവർ ഡിപ്പാർട്ട് ചെയ്ത ഇവന്റ് ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത ഇവന്റ് ആണ് A.
അപ്പോൾ ഇങ്ങനെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഏജിൽ ഡിഫറൻസ് ഉണ്ടാവും. ഇവരുടെ രണ്ടുപേരുടെയും ഏജിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. കാരണം ഇയാളുടെ ഏജ് എന്ന് പറയുന്നത് ഇയാൾ സ്പേസ് ടൈമിലൂടെ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളതിന്റെ മെഷറാണ്. നമ്മൾ പറഞ്ഞതനുസരിച്ച് സ്പേസ് ടൈമിലൂടെ എത്ര ദൂരം ട്രാവൽ ചെയ്തു എന്നുള്ളതിന്റെ മെഷറാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്വിൻസും സ്പേസ് ടൈമിലൂടെ ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. ഈ രണ്ട് ട്വിൻസും സ്പേസ് ടൈമിലൂടെ ഡിഫറെന്റ് ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ ഫ്രെയിമിൽ കടന്നുപോയ സമയവും ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഫ്രെയിമിൽ കടന്നുപോയ സമയവും ഡിഫറെന്റ് ആയിരിക്കും. ഇതാണ് ആക്ച്വലി ട്വിൻ ഏജിങ് ഓഫ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ മതി. ദർ ഇസ് നോ പാരഡോക്സ് ദർ. കാരണം ഇത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയത് കാരണം ഏത് ട്വിൻ ആയിരിക്കും കണ്ടുമുട്ടുമ്പോൾ യങ്ങർ, ഏത് ട്വിൻ ആയിരിക്കും ഓൾഡർ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും എഗ്രി ചെയ്യും. ദിസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ ഏജിങ് ഓഫ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും കണ്ട് വായിക്കുകയാണെങ്കിൽ ദിസ് ഇസ് വൺ വേ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഇതിന്റെ ചില സൊല്യൂഷൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രോബ്ലം സെഷനിൽ. ബട്ട് ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. ഇവിടെ ഒരു കാര്യം, നമ്മൾ യൂഷ്വൽ സ്പേസിലാണെങ്കിൽ ഇതേ കാര്യം സംഭവിക്കുന്നതാണ്. നമ്മൾ യൂഷ്വൽ സ്പേസിലാണെങ്കിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യാണ്, പല വഴികളിൽ കൂടെ ട്രാവൽ ചെയ്യാം. ഇത് സ്പേസ് ആണ്. പല വഴികളിൽ കൂടെ ട്രാവൽ ചെയ്യാം. അപ്പോൾ നമ്മൾ പല വഴികളിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഡോമീറ്റർ കാണിക്കുന്ന റീഡിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ആളുടെ ഓഡോമീറ്റർ റീഡിംഗ് ആയിരിക്കില്ല ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ആളുടെ ഓഡോമീറ്റർ റീഡിംഗ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സ്വാഭാവികമായിട്ടും നമ്മൾ സ്പേസിലൂടെ ഡിഫറെന്റ് പാത്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓഡോമീറ്റേഴ്സ് ഡിഫറെന്റ് റീഡിങ്സ് ആയിരിക്കും കാണിക്കുക രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ. ഓക്കെ, അതേപോലെ തന്നെ സ്പേസ് ടൈമിലെ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ നമ്മൾ ഡിഫറെന്റ് പാത്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോക്കിലെ റീഡിംഗ് ഡിഫറെന്റ് ആയിരിക്കും. എത്ര സമയം കടന്നുപോയി, ഇവന്റ് എയുടെയും ഇവന്റ് ബിയുടെയും ഇടയിൽ എത്ര സമയം കടന്നുപോയി എന്നുള്ളത് ഇറ്റ്സ് ഡിഫറെന്റ് ഫോർ ദിസ് പാത്ത് ആൻഡ് ഫ്രം ദ ടൈം. അതായത് ഫ്രം അതായത് ഈ പാത്തിലൂടെ കടന്നുപോയ ക്ലോക്കിൽ കടന്നുപോയ സമയം എയുടെയും ബിയുടെ ഇടയിൽ കടന്നുപോയ സമയം ആയിരിക്കില്ല വേറൊരു സ്പേസ് ടൈമിലൂടെ വേറൊരു പാത്തിലൂടെ ഇതേ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ട്രാവൽ ചെയ്യുന്ന ആളുടെ ക്ലോക്കിൽ കടന്നുപോയ സമയം. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത്, സ്പേസിലാണെങ്കിൽ ഈ ഓഡോമീറ്റർ റീഡിംഗ് ആയിരിക്കും കൂടുതൽ, വളഞ്ഞ വഴിയിലുള്ള ഓഡോമീറ്റർ റീഡിംഗ് ആയിരിക്കും കൂടുതൽ. അതേസമയം സ്പേസ് ടൈമിലാണെങ്കിൽ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഏറ്റവും അതായത് ലോങ്ങർ പാത്ത്, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്താണ് കൂടുതൽ പ്രോപ്പർ ടൈമിന് കാരണമാകുന്നത്. ഷോർട്ടസ്റ്റ് പാത്സ് കറസ്പോണ്ട് ടു what is a more proper time. ഓക്കെ, ഇതിന്റെ കാരണം സ്പേസ് ടൈമിന്റെ ജിയോമെട്രി ഡിഫറെന്റ് ആണെന്നുള്ളതാണ്. സ്പേസ് ടൈമിന്റെ ജിയോമെട്രിയിൽ നമുക്ക് എക്സ്ട്രാ മൈനസ് സൈൻ ഉണ്ട്, സ്പേസിന്റെ ജിയോമെട്രിയിൽ നമുക്ക് എക്സ്ട്രാ മൈനസ് സൈൻ ഇല്ല, യൂഷ്വൽ പൈതഗോറസ് തിയറം. അപ്പോൾ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് എന്നുള്ളതിനേക്കാളും നല്ലത് ആക്ച്വലി ഷോർട്ട് എന്ന് പറയുന്ന ക്ലിയർ അല്ല. സോ ലെറ്റ് മീ തിങ്ക് ഹൗ ടു ഫോർമുലേറ്റ് ദിസ്. സ്ട്രെയിറ്റ് ലൈൻ പാത്സ്. ഓൾറൈറ്റ്, sorry, so we should say straight line paths. Okay, straight paths corresponds to straight line paths. Okay, straight lines correspond to more proper time. Space ഇലാണെങ്കിൽ straight lines correspond to less distance. Okay, direct straight line it corresponds to less distance. Alright, so that's just about twin paradox. Okay, so that's just out of interest. You can think about it or leave it. Let's move on. നമുക്ക് ആവശ്യമുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ വെലോസിറ്റി ആണ്. ഓക്കെ, ഈ പ്രോപ്പർ വെലോസിറ്റിയുടെ ഡെഫിനേഷൻ ഇതാണ്. പ്രോപ്പർ വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർ വെലോസിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വി നീഡ് ടു ഡിഫൈൻ എ കോൺസെപ്റ്റ് ഓഫ് വെലോസിറ്റി വിച്ച് ഈസ് എ ഫോർ വെക്റ്റർ. ഫോർ വെക്റ്റർ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരുന്നു. ഫോർ വെക്റ്റേഴ്സ് ആർ എ കളക്ഷൻ ഓഫ് ഫോർ നമ്പേഴ്സ് ഓർ ഫോർ കോമ്പണൻസ് വിച്ച് ട്രാൻസ്ഫോം ഇൻ ദിസ് പെർട്ടിക്കുലർ വേ. ഓക്കെ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇനർഷ്യൽ ഫ്രെയിമിൽ നിന്ന് വേറെ ഇനർഷ്യൽ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യുന്ന 4 നമ്പേഴ്സിനെയാണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോമ്പണൻസിനെയാണ് നമ്മളൊരു ഫോർ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വെലോസിറ്റിക്ക് കറസ്പോണ്ട് ചെയ്തൊരു ഫോർ വെക്റ്റർ നമുക്ക് വേണം. നമ്മുടെ ആദ്യത്തെ ഓപ്ഷൻ ഒരു പക്ഷേ നമ്മുടെ യൂഷ്വൽ ഡി എക്സ് മ്യൂ എടുക്കുക. നമ്മുടെ യൂഷ്വൽ വെലോസിറ്റിയുടെ ഫ്രീ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി വെക്ടറിന്റെ ഡെഫിനേഷൻ ഇതാണ്. ഇറ്റ്സ് ഡി എക്സ് ബൈ ഡി ടി. റൈറ്റ്, ഇറ്റ്സ് ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതിന്റെ റിലേറ്റിവിസ്റ്റിക് ജനറലൈസേഷൻ എന്താണ്, ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള റിലേറ്റിവിസ്റ്റിക് ജനറലൈസേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് ഒരു 3 വെക്ടറിനെ പോലെ റൊട്ടേഷൻ നടത്തുമ്പോൾ ഒരു വെക്ടറിന്റെ കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വി വെക്ടറിന്റെ കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഡയറക്റ്റ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. കോമ്പണന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ നൊട്ടേഷൻ അനുസരിച്ച് വി ക്യാൻ റൈറ്റ് വി ഐ ഈസ് ഈക്വൽ ടു ഡി എക്സ് ഐ ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ജനറലൈസേഷൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഐ എന്നുള്ളതിനെ ഒരു മ്യൂ ഇടുക. കാരണം ഫോർ വെക്ടറിന് 4 കോമ്പണൻസ് ഉണ്ടാവും. ആൻഡ് ദെൻ യു ക്യാൻ റൈറ്റ് ഡി എക്സ് മ്യൂ ബൈ ഡി ടി. ഓൾറൈറ്റ്, പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്. ഡി ടി എന്ന് പറയുന്ന റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് അല്ല. ഓൾറൈറ്റ്, അതായത് ഡി എക്സ് മ്യൂ എന്നുള്ള ഭാഗം ഒരു ഫോർ വെക്ടർ പോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യും, ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഡി ടി എന്നുള്ളത്
അതിനൊരു സെപ്പറേറ്റ് ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആസ് എ റിസൾട്ട് ദിസ് ഹോൾ ക്വാണ്ടിറ്റി ഡി എക്സ് മ്യൂ ബൈ ഡി ടി എന്നുള്ള ക്വാണ്ടിറ്റി ഒരു ഫോർ വെക്ടർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യില്ല. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർ വെലോസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഈറ്റ മ്യൂ ഇസ് ഈക്വൽ ടു ഡി എക്സ് മ്യൂ ബൈ ഡി ടോ എന്നാണ്. ഡി എക്സ് മ്യൂ ബൈ ഡി ടി എന്നല്ല, ഡി എക്സ് മ്യൂ ബൈ ഡി ടോ. എന്തുകൊണ്ടാണ് ഇവിടെ ഡി ടോ ഉപയോഗിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡി ടോ എന്ന് പറയുന്ന റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. ഡി എക്സ് മ്യൂ ഓൾറെഡി ട്രാൻസ്ഫോംസ് ആസ് എ വെക്ടർ. ഓക്കെ, ഡി എക്സ് മ്യൂ ഓൾറെഡി ട്രാൻസ്ഫോംസ് ആസ് എ വെക്ടർ. നമ്മുടെ ടിപ്പിക്കൽ വെക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഫോർ ഡയമെൻഷണൽ സ്പേസിലുള്ള സ്പേസ് ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് ഈ ഡി എക്സ് മ്യൂ എന്ന് പറയുന്നത്. ടിപ്പിക്കൽ വെക്ടർ ആണ്, വെക്ടറിന്റെ ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ ഇറ്റ് ട്രാൻസ്ഫോംസ് ആസ് എ വെക്ടർ. ഡി ടോ ഇസ് ഇൻവേരിയന്റ്. വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഡി ടോ എന്ന് പറയുന്നത് ഡി ടോ ആയിട്ട് തന്നെ നിലനിൽക്കും. ഡി ടോ ബാർ ഇസ് ഈക്വൽ ടു ഡി ടോ. റൈറ്റ്. അപ്പോൾ ആസ് എ റിസൾട്ട് ദിസ് ഈറ്റ മ്യൂ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ദിസ് ഈറ്റ മ്യൂ ട്രാൻസ്ഫോംസ് ആസ് എ ഫോർ വെക്ടർ. റൈറ്റ്. അപ്പോൾ ബൈ ദിസ് ഡെഫിനേഷൻ ഈറ്റ ബാർ മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ മ്യൂ ന്യൂ ഈറ്റ ന്യൂ. റൈറ്റ്. അതായത് ഡി എക്സ് മ്യൂവിന്റെ അതേ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി തന്നെയാണ് ഈറ്റ മ്യൂവിനും ഉള്ളത്. റൈറ്റ്. അതിന്റെ കാരണം ഇവിടെ ഉള്ളത് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്നുള്ളത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ദിസ് ഇസ് പ്രോപ്പർ വെലോസിറ്റി. ചില സമയത്ത് നമ്മൾ ഫോർ വെലോസിറ്റി എന്ന് പറയും. ഇനി ഈ പ്രോപ്പർ വെലോസിറ്റിയുടെ കോമ്പണൻസ് നമുക്ക് നോക്കാം. പ്രോപ്പർ വെലോസിറ്റിയുടെ കോമ്പണൻസ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ ടൈം കോർഡിനേറ്റ് ടൈമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി ടോ ഇസ് ഈക്വൽ ടു ഡി ടി മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇത് നമ്മൾ ആദ്യം കണ്ട റിലേഷൻ ആണ്. ഡി ടോ ഇസ് ഈക്വൽ ടു ഡി ടി മൾട്ടിപ്ലൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈറ്റ മ്യൂ എന്നുള്ളത് ഡി എക്സ് മ്യൂ ബൈ ഡി ടോ ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി എക്സ് മ്യൂ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. റൈറ്റ്. യു എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിമിലുള്ള ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ആണ്, യൂഷ്വൽ ത്രീ വെലോസിറ്റി. റൈറ്റ്. യു എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ യൂഷ്വൽ വെലോസിറ്റി ആണ്. സോ ഡി എക്സ് മ്യൂ ബൈ ഡി ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഇനി ഇതിന്റെ കോമ്പണൻസ് നമുക്ക് നോക്കാം. കോമ്പണൻസ് നോക്കുക പറഞ്ഞാൽ ഈറ്റ സീറോ എന്താണെന്നുള്ള ചോദ്യം ചോദിക്കും. ഈറ്റ സീറോ എന്ന് പറയുന്നത് ഡി എക്സ് സീറോ മ്യൂ ഈക്വൽ ടു സീറോ രണ്ട് സൈഡിൽ ഇടുക, ഡി എക്സ് സീറോ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, ഇനി എക്സ് സീറോ എന്തായിരുന്നു? എക്സ് സീറോ വാസ് ഈക്വൽ ടു സി ടി. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുകയാണെങ്കിൽ ദിസ് ബിക്കംസ് സി ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. Alright, so what we get is c divided by square root of 1 minus u square by c square. ഇതാണ് ഫോർ വെലോസിറ്റിയുടെ അല്ലെ പ്രോപ്പർ വെലോസിറ്റിയുടെ സീറോത്ത് കോമ്പോണന്റ് അല്ലെങ്കിൽ ടൈം കോമ്പോണന്റ്. ഓക്കെ, സോ ദിസ് ഇസ് ഇതിനെ നമ്മൾ ഈ ഒരു നൊട്ടേഷനിലാണ് എഴുതുന്നത്. അതായത് ഈറ്റ സീറോ കൊമ ഈറ്റ ഐ എന്ന് പറയുന്ന ലാറ്റിൻ ഇൻഡെക്സ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പേഷ്യൽ ഇൻഡെക്സിന് വേണ്ടിയാണ്, സ്പേഷ്യൽ ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ്. ഈ ഫോർ കോമ്പോണൻസിനെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതും, ഈറ്റ സീറോ കൊമ ഈറ്റ ഐ. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഈറ്റ സീറോ കൊമ ഈറ്റ വെക്ടർ എന്ന് എഴുതും. ഓക്കെ, ദീസ് ആർ ജസ്റ്റ് നൊട്ടേഷൻസ് ദാറ്റ് ആർ കൺവീനിയന്റ്. ചിലപ്പോൾ ഈറ്റ സീറോ കൊമ ഈറ്റ ഐ എന്ന് എഴുതും. സംടൈംസ് വിൽ റൈറ്റ് ഇറ്റ് ആസ് ഈറ്റ സീറോ കൊമ ഈറ്റ വെക്ടർ. ഈറ്റ വെക്ടർ സൈൻ ഇടുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് ഹാസ് ത്രീ സ്പേഷ്യൽ കോമ്പണൻസ്. ഒക്കെ വെക്ടർ സൈൻ ഇടുകയാണെങ്കിൽ ഇതിന് മൂന്ന് സ്പേഷ്യൽ കോമ്പണൻസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈറ്റ എക്സ്, ഈറ്റ വൈ ആൻഡ് ഈറ്റ സെഡ്. ഓൾറൈറ്റ്. അപ്പോൾ ഇതിന്റെ നാല് കോമ്പണൻസ് ഇതാണ്. സി സീറോത്ത് കോമ്പണന്റ് ഇതാണ്. ഇനി സ്പേഷ്യൽ കോമ്പണൻസ് ഇതേ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈറ്റ ഐ എന്ന് പറയുന്നത് ഈറ്റ ഐ ഇസ് ഡി എക്സ് ഐ ഡിവൈഡഡ് ബൈ dt square root of 1 minus u square by c square. dxi by dt എന്ന് പറയുന്നത് these are the usual three velocity, നമ്മുടെ യൂഷ്വൽ സ്പേഷ്യൽ ഇതിൽ പറയുന്ന വെലോസിറ്റി ആണ്. സോ ദിസ് യു ക്യാൻ റൈറ്റ് ആസ് ui divided by square root of 1 minus u square by c square. ഓൾറൈറ്റ്, അതായത് ui എന്നുള്ളതിനെ നമ്മൾ dxi by dt എന്ന് എഴുതുന്നത്. ഓൾറൈറ്റ്, സോ ഈറ്റ മ്യൂവിന്റെ കോമ്പണൻസ് ഇതൊക്കെയാണ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഫോർ മൊമെന്റം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഫുൾ ആർഗ്യുമെന്റ്സിലേക്ക് വന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഫുൾ ആർഗ്യുമെന്റ്സിലേക്ക് പോകുന്നില്ല. നമ്മുടെ യൂഷ്വൽ ത്രീ വെലോസിറ്റി, നമുക്കൊരു വെലോസിറ്റി വെക്ടർ ഉണ്ടെങ്കിൽ, യു വെക്ടർ എന്നുള്ള വെലോസിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു മൊമെന്റം വെക്ടർ ഡിഫൈൻ ചെയ്യാം. ദിസ് ഇസ് എം മ്യൂ വെക്ടർ. ഇൻ ദ സെയിം വേ വി ക്യാൻ ഡിഫൈൻ എ ഫോർ മൊമെന്റം. പി മ്യൂ ഇസ് ഈക്വൽ ടു എം ഈറ്റ മ്യൂ. റൈറ്റ്, മാസ് മൾട്ടിപ്ലൈഡ് ബൈ ഈറ്റ മ്യൂ. ഈ മാസ് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ പലപ്പോഴും റെസ്റ്റ് മാസ് എന്ന് പറയാറുള്ള കാര്യമാണ്, റെസ്റ്റ് മാസ്. റൈറ്റ്, പക്ഷെ റെസ്റ്റ് മാസ് എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം മോഡേൺ നൊട്ടേഷനിൽ ആകെ ഒരു മാസേ ഉള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മോഡേൺ നൊട്ടേഷനിൽ ആകെ ഒരു മാസേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും അണ്ടർ ഗ്രാജുവേറ്റ് ഇയേഴ്സിൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ് ഉപയോഗിച്ച് പഠിക്കുമ്പോൾ റിലേറ്റിവിസ്റ്റിക് മാസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. ബട്ട് ദാറ്റ്സ് ആൻ ഇൻകൺവീനിയന്റ് അൺനെസസറി. ദാറ്റ്സ് ഇൻകൺവീനിയന്റ് ആൻഡ് അൺനെസസറി. ആകെ ഒരു മാസേ ഉള്ളൂ. അത് മുൻപ് നിങ്ങൾ പഠിച്ച റെസ്റ്റ് മാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. നമ്മൾ മോഡേൺ നൊട്ടേഷനിലേക്ക് വരുമ്പോൾ ആകെ ഒരു മാസേ ഉള്ളൂ. അത് നിങ്ങൾ മുൻപ് പഠിച്ച റെസ്റ്റ് മാസ് ആണ്. ഈ റെസ്റ്റ് മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണ്. ദിസ് ഇസ് റിലേറ്റിവിസ്റ്റിക്കലി invariant. Okay, നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാം. Okay, we can actually prove that. Okay,
ഓക്കെ, അപ്പോൾ പി മ്യൂ അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. റെസ്റ്റ് മാസ് നിങ്ങൾ പഠിച്ച ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണെന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ മൊമെന്റത്തിന്റെ ഡെഫിനേഷൻ ഇതാണ്: m multiplied by eta mu. Just like three velocity and momentum vector are related as p vector is equal to m mu vector, here we have got p mu is equal to m eta mu. Alright, ഇതാണ് ഫോർ മൊമെന്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് വെക്ടർ. അഗൈൻ വി നോ ദാറ്റ് മൊമെന്റം ഇസ് ഇമ്പോർട്ടന്റ്. ഇതിന്റെ കോമ്പണൻസ് എന്താണെന്ന് നോക്കാം. പി മ്യൂ ഇസ് ഈക്വൽ ടു പി സീറോ പി ഐ, സീറോത്ത് കോമ്പോണന്റും ബാക്കിയുള്ള സ്പേഷ്യൽ കോമ്പോണൻസും. ഓക്കെ, അപ്പോൾ പി സീറോ എന്താണ്? പി സീറോ എന്ന് പറയുന്നത് എം മൾട്ടിപ്ലൈഡ് ബൈ ഈറ്റ സീറോ. ഈറ്റ സീറോ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ഈറ്റ സീറോ. സോ ഇറ്റ്സ് എം മൾട്ടിപ്ലൈഡ് ബൈ ഈറ്റ സീറോ ഇസ് എം സി ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. അതുപോലെ പി ഐ എന്ന് പറയുന്നത് എം ഈറ്റ വെക്ടർ അല്ലെങ്കിൽ എം ഈറ്റ ഐ, എം ഈറ്റ ഐ. സോ ഇറ്റ്സ് എം യു ഐ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓൾറൈറ്റ്, ഇതാണ് ഫോർ മൊമെന്റം. ഓക്കെ, ഇതിനെ നമ്മൾ യൂഷ്വലി റിലേറ്റിവിസ്റ്റിക് മൊമെന്റം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. അതായത് പി വെക്ടർ ഈസ് ഈക്വൽ ടു എം യു വെക്ടർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇതിനെ നമ്മൾ യൂഷ്വലി റിലേറ്റിവിസ്റ്റിക് മൊമെന്റം എന്ന് പറയും. ഈ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോർ മൊമെന്റത്തിന്റെ സ്പേഷ്യൽ കോമ്പണൻസിനെയാണ്. ഈ ഫോർ മൊമെന്റം നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റീസിനെയാണ്. മുൻപ് നിങ്ങൾ റിലേറ്റിവിസ്റ്റിക് മൊമെന്റം ഈസ് ഈക്വൽ ടു എം യു വെക്ടർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ. ചില കേസിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതും: പി വെക്ടർ ഈസ് ഈക്വൽ ടു ഗാമ എം യു വെക്ടർ എന്ന് എഴുതും. ഗാമ എം യു വെക്ടർ എന്ന് എഴുതും. അതായത് നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിലുള്ള മൊമെന്റം എം യു വെക്ടർ ആണെങ്കിൽ റിലേറ്റിവിസ്റ്റിക് കേസിലുള്ള മൊമെന്റം എന്ന് പറയുന്നത് ഗാമ എം യു വെക്ടർ ആണ്. അതായത് ഈ ഗാമ എന്ന് പറയുന്നത് ചിലപ്പോൾ കൺഫ്യൂസിംഗ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ യു എന്ന് പറയുന്നത് പാർട്ടിക്കിൾ വെലോസിറ്റി ആണ്. ഈ ഫാക്ടറിനെ നമ്മൾ ഗാമ ഫാക്ടർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് പാർട്ടിക്കിൾ വെലോസിറ്റി ആണ് നമ്മൾ ഓർമ്മിച്ചത്. അതായത് ഇവിടെ യു വെക്ടർ ആണെങ്കിൽ ഈ ഗാമയിൽ വരുന്ന വെലോസിറ്റിയും ഈ യു വെക്ടർ തന്നെയാണ്. ഈ ഗാമയുടെ ഉള്ളിൽ വരുന്ന വെലോസിറ്റിയും ഈ യു വെക്ടർ തന്നെയാണ്. യൂഷ്വലി മുൻപ് നമ്മൾ ഗാമ ഉപയോഗിച്ച് രണ്ട് ഫ്രെയിമിന്റെ ഇടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി എന്നുള്ള റിലേറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഗാമ ഇസ് ഈക്വൽ ടു 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ ഇവിടുത്തെ ഗാമ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രെയിമിലുള്ള ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ്. ഓക്കെ, നമ്മളൊരു ഫ്രെയിമിൽ ഇരിക്കുകയാണ്, നമ്മുടെ ഫ്രെയിമിലുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ് ഈ ഗാമ ഫാക്ടർ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള രണ്ട് ഫ്രെയിമിന്റെ ഇടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റി അല്ല ഈ കേസിലുള്ള ഗാമ. അത് നമ്മുടെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഓക്കെ, ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് ഈ ഗാമയുടെ ഉള്ളിലും വരുന്നത്. നമ്മുടെ ഫ്രെയിമിലുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് ഈ ഗാമയുടെ ഉള്ളിലും വരുന്നത്. അത് മനസ്സിലാക്കി കഴിയുകയാണെങ്കിൽ we can compactly write it as p vector is equal to gamma m u vector. ഇതിന്റെ കോമ്പണൻസ് ഇതൊക്കെയാണ്. ഇനി ഈ കോമ്പണന്റ് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെയാണ് ഐൻസ്റ്റൈൻ റിലേറ്റിവിസ്റ്റിക് എനർജി എന്ന് ഡിഫൈൻ ചെയ്തത്. റിലേറ്റിവിസ്റ്റിക് എനർജി എന്ന് ഡിഫൈൻ ചെയ്തത് അതായത് ഇതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിലേറ്റിവിസ്റ്റിക് എനർജി കിട്ടും. പി സീറോ മൾട്ടിപ്ലൈഡ് ബൈ സി. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ കോമ്പണൻസിനെ ഈ ഗാമ എന്നുള്ള നൊട്ടേഷൻ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആവില്ലെങ്കിൽ we can write it compactly like this is gamma mc, gamma mu vector. ഇതാണ് നമ്മുടെ പി മ്യൂ. അപ്പൊ ഈ ഗാമ എം സി സ്ക്വയറിനെയാണ് ഐൻസ്റ്റൈൻ, അതായത് പി സീറോ മൾട്ടിപ്ലൈഡ് ബൈ സി എന്നുള്ളതിനാണ് ഐൻസ്റ്റൈൻ റിലേറ്റിവിസ്റ്റിക് എനർജി എന്ന് വിളിച്ചത്. സോ ഇ ഈസ് ഈക്വൽ ടു ഗാമ എം സി സ്ക്വയർ. ഇ ഈസ് ഈക്വൽ ടു ഗാമ എം സി സ്ക്വയർ, അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ, വെർ യു ഇസ് ദ പാർട്ടിക്കിൾ വെലോസിറ്റി. ഫ്രെയിമിന്റെ വെലോസിറ്റി അല്ല, പാർട്ടിക്കിൾ വെലോസിറ്റി. ഓക്കെ, അതായത് വേറെ ഏതെങ്കിലും ഒരു ഫ്രെയിമിന്റെ വെലോസിറ്റി അല്ല, നമ്മുടെ ഫ്രെയിമിൽ തന്നെയുള്ള പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് യു എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ ഇതാണ് റിലേറ്റിവിസ്റ്റിക് എനർജി. ഇതിൽ നമ്മൾ റെസ്റ്റ് എനർജി എടുക്കുകയാണ്. പാർട്ടിക്കിൾ ഈ ഇക്വേഷൻ അനുസരിച്ച് ഇത് എനർജി ആണെങ്കിൽ ഇത് എനർജി ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. വൺ ഓഫ് ദ റീസൺസ് ഇസ് ദാറ്റ് ദിസ് ഇസ് എ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. നമുക്ക് എനർജി ഡിഫൈൻ ചെയ്യണ ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി വേണം. ദിസ് യു ക്യാൻ ഷോ ദാറ്റ് ദിസ് ഇസ് കൺസേർവ്ഡ്. പാർട്ടിക്കിൾ കൊളീഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതുന്ന എനർജി ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് കാണാൻ കഴിയും. സോ ദിസ് ഇസ് റിലേറ്റിവിസ്റ്റിക് എനർജി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യു ഈക്വൽ ടു 0 ആണെങ്കിൽ, നമ്മുടെ ഫ്രെയിമിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ, യൂഷ്വലി നമുക്ക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴാണ് അതിന് എനർജി ഉണ്ട്. നമ്മുടെ ഫ്രെയിമിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ, even if the particle is at rest, then gamma is equal to 1, and then you will get E rest. The energy at rest is equal to mc square. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും E0 is equal to mc square എന്ന് എഴുതാറുണ്ട്. So E0 is equal to mc square. ഇപ്പോൾ പലപ്പോഴും മുൻപ് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ഫോർമുലയാണ് E is equal to mc square. അപ്പോൾ ഈ ഫോർമുല അത്ര അക്യുറേറ്റ് അല്ല. At least in modern notation, this is not completely accurate. You should write E equal to gamma mc square, or E is equal to mc square divided by square root of 1 minus u square by c square. അതുപോലെ E rest equal to mc square എന്ന് എഴുതാം. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും, അതിന് എനർജി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ റെസ്റ്റ് എനർജി എന്ന് പറയുന്നത്. mc square. അപ്പോൾ ഈ ടേംസിൽ നമുക്ക് വേണമെങ്കിൽ മാസിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം.
M can be understood as the energy content of an object at rest. മാസ് എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ റിലേറ്റിവിറ്റി അനുസരിച്ച് ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ അതിനുള്ള എനർജി കോണ്ടന്റിന്റെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് റിലേറ്റിവിസ്റ്റിക് മാസ് എന്നുള്ള കോൺസെപ്റ്റ് കുറച്ച്, ദിസ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ റിലേറ്റിവിസ്റ്റിക് മാസ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. കാരണം മാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള എനർജിയാണ്. അപ്പൊ അങ്ങനെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴുള്ള മാസ് എന്താണെന്ന് ചോദിക്കുന്നതിന് വലിയ മീനിങ് ഇല്ല. You can say, so by definition, at least in this context, by definition, mass is the energy of the object when it is at rest. അതുകൊണ്ടാണ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആണെന്ന് പറയുന്നത്. അതായത് ഒബ്ജക്റ്റ് റെസ്റ്റിലുള്ളപ്പോൾ അതിന്റെ എനർജി എന്താണെന്നുള്ള ചോദ്യത്തിന് ഒരേ ഉത്തരവുള്ളൂ, അതാണ് അതിന്റെ മാസ്. So there is a factor of C appearing here. അപ്പോൾ ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ എനർജി, ടോട്ടൽ എനർജി മൈനസ് റെസ്റ്റ് എനർജി. കൈനറ്റിക് എനർജി നമ്മൾ K എന്ന് എഴുതി, ദാറ്റ്സ് ദ ടോട്ടൽ എനർജി മൈനസ് റെസ്റ്റ് എനർജി. അതായത് ഗാമ mc² മൈനസ് mc², നമുക്ക് mc² മൾട്ടിപ്ലൈഡ് ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്, യു ട്രൈ ടു മേക്ക് എ ടൈലർ എക്സ്പാൻഷൻ ഓഫ് ദിസ് ഗാമ, ആൻഡ് ചെക്ക് u much less than c എന്നുള്ള ലിമിറ്റ് എടുത്ത് നോക്കുക. Make an expansion of what do you call this, 1 minus u² by gamma എന്ന് പറയുന്നത് 1 by square root of 1 minus u² by c² ആണ്. So this you can write as 1 minus u² by c² whole raised to minus 1 by 2. You make an expansion of this. I think it's called binomial expansion. Make a binomial expansion of this, retain the first few terms, and u much less than c എന്നുള്ള രീതിയിൽ അവസ്ഥയിൽ ഈ കൈനറ്റിക് എനർജി നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കുക. Just check that. You'll see that this result is interesting. ഇതാണ് റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജി. നമ്മൾ റിലേറ്റിവിസ്റ്റിക് എനർജി പറഞ്ഞു, റെസ്റ്റ് എനർജി പറഞ്ഞു, റിലേറ്റിവിസ്റ്റിക് കൈനറ്റിക് എനർജിയും പറഞ്ഞു. അതുപോലെ മൊമെന്റ്, ഫോർ മൊമെന്റത്തിന്റെ സ്പേഷ്യൽ പാർട്ടിന് നമുക്ക് p വെക്ടർ is equal to m eta വെക്ടർ എന്ന് എഴുതാം. ഈ വെക്ടർ ഇടുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദീസ് ആർ ദ സ്പേഷ്യൽ കോമ്പണൻസ്. അപ്പോൾ ഈറ്റ വെക്ടർ എന്ന് പറയുന്നത് ഗാമ യു വെക്ടർ ആണ്. സോ ദിസ് ഇസ് ഗാമ എം യു വെക്ടർ, അല്ലെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത് എം യു വെക്ടർ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 minus u² by c². Okay, so this is the relativistic momentum. ഇത് എന്തുകൊണ്ടാണ് ഈ ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ്സ് എൻ എക്സ്പെരിമെന്റൽ ഫാക്ട് ദാറ്റ് ഇൻ എവറി ക്ലോസ്ഡ് സിസ്റ്റം ദ ടോട്ടൽ റിലേറ്റിവിസ്റ്റിക് എനർജി ആൻഡ് മൊമെന്റം ആർ കൺസേർവ്ഡ്. നമ്മളൊരു പുതിയ തിയറി കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു ഫോർമുലേഷൻ കൊണ്ടുവന്നിട്ട് അതിൽ നമുക്ക് എനർജിയും മൊമെന്റവും ഡിഫൈൻ ചെയ്യണമെന്ന് കരുതുക. എനർജി മൊമെന്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ട കാര്യം ഇത് കൺസേർവ്ഡ് ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ എനർജി മൊമെന്റ് കൺസേർവ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വാണ്ടിറ്റീസിനെ തന്നെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് എനർജി എന്നും റിലേറ്റിവിസ്റ്റിക് മൊമെന്റ് എന്നും വിളിക്കുന്നത്, ബിക്കോസ് ദീസ് ആർ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കാണുകയാണ്, നമ്മൾ ഫോർ മൊമെന്റം ഡിഫൈൻ ചെയ്തപ്പോൾ ആക്ച്വലി എനർജിയും മൊമെന്റവും നമ്മൾ കമ്പൈൻ ചെയ്തു. ഇനീഷ്യലി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കരുതിയിരുന്ന ക്വാണ്ടിറ്റീസ് ആണ് എനർജിയും അതിന്റെ 3 മൊമെന്റും അല്ലെങ്കിൽ മൊമെന്റം വെക്ടർ. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ എനർജിയും മൊമെന്റവും ആക്ച്വലി ഫോർ മൊമെന്റത്തിന്റെ കോമ്പണൻസ് ആണ്. അതായത് p0 p വെക്ടർ p mu എന്ന് പറയുന്നതിന്റെ p mu is equal to p0, p വെക്ടർ, that's equal to e by c, നമ്മുടെ യൂഷ്വൽ ഗാമ mu വെക്ടർ. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് p0 നമ്മൾ എനർജിയും നമ്മൾ യൂഷ്വലി പറഞ്ഞ മൊമെന്റ് അല്ലെങ്കിൽ p വെക്ടർ എന്ന് എഴുതാം. അതായത് എനർജി മൊമെന്റും ഇനീഷ്യലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി, ബട്ട് നൗ വി അണ്ടർസ്റ്റാൻഡ് ദം ആസ് പാർട്ട് ഓഫ് കോമ്പണൻസ് ഓഫ് എ ഫോർ വെക്ടർ, എനർജി മൊമെന്റും ഫോർ വെക്ടർ. അപ്പോൾ ഇത് ഫോർ വെക്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ എക്സ് വൈ സെഡ് ടി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു അതേ രീതി തന്നെയായിരിക്കും ഇ ബൈ സിയും പി എക്സ് പി വൈ പി സെഡ് എന്നിവയും ട്രാൻസ്ഫോം ചെയ്യും. അതുപോലെ മാസ് ജനറലി കൺസേർവ്ഡ് ആണെന്നില്ല. മാസ് നീഡ് നോട്ട് ബി കൺസേർവ്ഡ്, കാരണം മാസിന് എനർജി ആയിട്ട് മാറാം. ആൻഡ് എനർജി ക്യാൻ ചേഞ്ച് ഇൻ ടു മാസ്. സോ ദിസ് മാസ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി അല്ല, എനർജി മൊമെന്റും കൺസേർവ്ഡ് ആണ്. അപ്പോൾ ജനറലി നമുക്ക് പറയാം ഫോർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറയാം. അതായത് ഫോർ മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമ്പണൻസ് സെപ്പറേറ്റ്ലി കൺസേർവ്ഡ് ആണ്, എനർജി കൺസേർവ്ഡ് ആണ്, മൊമെന്റം കൺസേർവ്ഡ് ആണ്. സോ ഈ കൺസർവേഷൻ ഓഫ് എനർജി മൊമെന്റം ടുഗദർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫോർ മൊമെന്റം കൺസർവേഷൻ. ഇതുപോലെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വരുന്ന കാര്യമാണ് നമ്മൾ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ്. ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ്. അതുപോലെ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ടൈമിൽ ചേഞ്ച് ചെയ്യാത്ത ക്വാണ്ടിറ്റി ആണ്. പക്ഷേ ഈ കൺസേർവ്ഡ് ക്വാണ്ടിറ്റീസ് ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക് പോകുമ്പോൾ മാറാം. ഉദാഹരണത്തിന് എനർജി, ഒബ്ജക്റ്റിന്റെ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. പക്ഷെ ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് പോകുമ്പോൾ എനർജി ചേഞ്ച് ചെയ്യാം. എനർജി ചേഞ്ച് ചെയ്യാൻ എനർജി ചേഞ്ച് ചെയ്യും ഒബ്വിയസ്ലി.
കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്ന ഉദാഹരണത്തിന് നമ്മുടെ ന്യൂട്ടോണിന് ഇതിൽ തന്നെ അറിയാം നമ്മളൊരു ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് അതിനെ നോക്കുകയാണെങ്കിൽ യു സീ ദാറ്റ് ഒബ്ജക്റ്റ് ഇസ് മൂവിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ദ എനർജി ചേഞ്ചസ് ഓക്കെ ഫ്രം ഫ്രെയിം ടു ഫ്രെയിം എനർജി ആൻഡ് മൊമെന്റം ചേഞ്ച് റൈറ്റ് ബട്ട് എനർജി ആൻഡ് മൊമെന്റം ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഇതിനെയാണ് നമ്മൾ കൺസർവ്ഡ് ക്വാണ്ടിറ്റി പറയുന്നത് ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് something that does not change when you make a Lorentz transformation right അപ്പോൾ invariant quantity എക്സാമ്പിൾ ആണ് മാസ് കൺസർവ്ഡ് അല്ല പക്ഷെ ഇൻവേരിയന്റ് ആണ് right ഇനി invariant there are quantities which are both invariant and conserved അതിന് ഉദാഹരണമാണ് ചാർജ് എന്ന് പറയുന്നത് it's both invariant and conserved it does not change with time it does not change when you go from frame to frame okay. So mass is invariant but not conserved. Energy is conserved but not invariant. Electric charge is both conserved and invariant. Velocity is neither conserved nor invariant. Okay. Alright. ഇനി ഫോർ മൊമെന്റത്തിന്റെ സ്ക്വയർ നമുക്കുണ്ട് കാരണം നമ്മൾ സ്കേലാർ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ സ്കേലാർ പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നത് നമുക്കൊന്ന് ഈ കേസിൽ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മളൊരു ഫോർ വെക്ടറിന്റെ സ്കേലാർ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് സ്കേലാർ പ്രോഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ് സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ടേക്ക് സ്കേലാർ പ്രോഡക്റ്റ് വിത്ത് ഇറ്റ് സെൽഫ് നമ്മൾ പറഞ്ഞു വെക്ടേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കമ്പൈൻ ചെയ്യാൻ കഴിയില്ല യു നീഡ് അനദർ ഒബ്ജക്റ്റ് കോൾഡ് ദ മെട്രിക് ഇപ്പോൾ മെട്രിക് ഉപയോഗിച്ചാണ് നമ്മൾ ആക്ച്വലി രണ്ട് ഫോർ വെക്ടേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കമ്പൈൻ ചെയ്യാൻ കഴിയില്ല right so this is p mu g mu അല്ലെങ്കിൽ നമ്മൾ റേസിംഗ് ആൻഡ് ലോവറിംഗ് ഓഫ് ഇൻഡെക്സ് അനുസരിച്ച് this is p mu alright so this is p0 plus p1 അതായത് mu എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ഇൻഡെക്സ് ആണ് you have to sum over okay p1 plus p2 plus p3 okay ഇനി p0 with a lower index എന്താണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് p0 with a lower index this is equal to p mu g mu 0 right or p lambda g lambda 0 lowering of index alright അപ്പോൾ ജനറലി നമ്മൾ എഴുതുക p mu is equal to p lambda g lambda mu or g mu lambda right it doesn't matter കാരണം സിമെട്രിക് ആയിട്ടുള്ള ടെൻസർ ആണ് g mu എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത കേസിൽ മിങ്കോസ്കി മെട്രിക് സിമെട്രിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് സോ യു ക്യാൻ ഇന്റർചേഞ്ച് ഇറ്റ് ഡസന്റ് മാറ്റർ alright അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് p0 കണ്ടുപിടിക്കണമെങ്കിൽ this is equal to this is p lambda g mu equal to 0 ഇട്ട് രണ്ട് സൈഡിൽ okay now we have to sum over lambda right പക്ഷേ ഇത് ഡയഗണൽ എലിമെന്റ്സ് മാത്രം ഉള്ളൂ എന്നുള്ളതുകൊണ്ട് this is equal to p0 g00 plus p1 g01 അങ്ങനെ പോകും പക്ഷേ g01 g02 g03 0 ആയതുകൊണ്ട് this is only surviving term പക്ഷേ g00 എന്ന് പറയുന്നത് -1 ആണ് if you remember the metric g00 is -1 okay so p0 is minus of p0 okay അതായത് p with the lower index 0 is minus of p0 അതേസമയം pi with the lower index is equal to pi with an upper index it doesn't change alright അതിന് കാരണം ബാക്കിയുള്ള മെട്രിക്കിന്റെ കോമ്പണൻസ് +1 ആണ് അല്ലേ if you remember the metric it was like this g mu nu this is -1 0 0 അതായത് g00 -1 ആണ് okay g11 +1 ആണ് cos terms are do not exist okay this is 0 1 0 0 0 0 1 okay അപ്പോൾ ഈ സ്പേഷ്യൽ പാർട്ടിനെ നമ്മൾ ലോവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ g11 g22 g33 എന്നുള്ളതാണ് these are equal to 1 right അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതിനെ ഇത് ഞാൻ എഴുതിയത് I think I used the wrong metric so this is actually minus p0 square right okay അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം p0 എന്ന് പറയുന്നത് with the lower index is minus of p0 this is p0 multiplied by minus p0 plus p1 multiplied by plus p1 കാരണം p with the lower index 1 is equal to p with an upper index 1 okay it's exactly the same plus etc so this is actually minus p0 square plus pi or p1 square or we can write as p vector dot p vector ഈ ബാക്കിയുള്ള ഭാഗത്തിന് നമുക്ക് p vector dot p vector എന്ന് എഴുതാം അപ്പോൾ ഈ മെട്രിക് പല രണ്ട് കൺവെൻഷൻസ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ റോങ് കൺവെൻഷൻ ആണ് ഉപയോഗിച്ചത് ദാറ്റ്സ് വൈ I missed the minus sign here it's actually plus here and minus here alright ഇനി p0 എന്താണ് p0 is gamma mc right p0 is gamma mc right p0 is gamma mc right so this becomes gamma square m square c square ഇപ്പോൾ നമുക്ക് മൈനസ് സൈൻ ഉണ്ട് gamma square m square c square plus gamma square m square u square right ഈ കോമ്പണൻസ് എടുത്ത് ജസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൂ so this is നമ്മൾ gamma square m square c square പോകും actually I'll pull out this minus gamma square m square c square അങ്ങനെയാണെങ്കിൽ 1 minus u square by c square എന്നായി alright ഇനി 1 minus u square so this is minus alright 1 minus u square by c square എന്ന് പറയുന്നത് 1 by gamma square ആണ്
right? 1 by gamma square. 1 by gamma square and cancel. So you see that p mu, or the scalar product of p mu with itself is minus m square c square. This is equal to minus m square c square. Right? Okay. Okay, ഇപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരാൻ ഉള്ള സാധ്യതയുള്ള കാര്യം നിങ്ങൾ വേറെ ടെക്സ്റ്റ് ബുക്ക് എടുത്താണ് ഇത് പഠിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ജി മ്യൂനുവിനെ ഈ ഒരു നൊട്ടേഷനിലായിരിക്കും കൊടുത്തിട്ടുണ്ടാകും 1 0 0 സ്പേഷ്യൽ കോമ്പണന്റ് ടൈം കോമ്പണന്റ് മാത്രം 1 0 -1 0 0 0 0 -1 0 0 0 0 -1. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഈ രണ്ട് കൺവെൻഷൻസും കറക്റ്റ് ആണ്. നമ്മളൊരു കൺവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫോർ കൺവീനിയൻസ് വി കണ്ടിന്യൂ വിത്ത് ദ സെയിം കൺവെൻഷൻ. നമ്മൾ എടുത്ത മെട്രിക് ഫസ്റ്റ് 0 0 കോമ്പണന്റ് മാത്രം -1 ബാക്കിയുള്ളത് +1 ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മൈനസ് സൈനിന്റെ ഇഷ്യൂ വരുന്നത്. ഓൾറൈറ്റ്. ഓക്കെ, സോ പി മ്യൂ ഇസ് മൈനസ് എം സ്ക്വയർ സി സ്ക്വയർ. ഓൾറൈറ്റ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, ഈ മാസ് എന്ന് പറയുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഓക്കെ, എം സ്ക്വയർ ഉണ്ട്, സി സ്ക്വയർ ഉണ്ട്. സി എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റുലേറ്റ് അനുസരിച്ചാണ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ഓൾറൈറ്റ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു രണ്ട് ഫോർ വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം ഫോർ വെക്ടേഴ്സിന്റെ സ്കേലാർ പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് തന്നെ ലോറൻസ് ഇൻവേരിയന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. Alright. P mu എന്ന് പറയുന്ന ലോറൻസ് ഇൻവേരിയന്റ് ആണ്, because it gives you the scalar product of two four vectors. C square is already Lorentz invariant. This means that this mass is also Lorentz invariant. Okay. ഇതുകൊണ്ടാണ് മാസ് ഒരു ഇൻവേരിയന്റ് ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുൻപ് റിലേറ്റിവിസ്റ്റിക് മാസ് എന്നുള്ള കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ് ഫോർ ദ മൊമെന്റ്. കുറച്ച് കഴിയുമ്പോൾ അത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. ഇപ്പോൾ എനിക്ക് പലപ്പോഴും രണ്ടും ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. കാരണം MSc ലെവലിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇതിനെ ആകെ ഒരു മാസേ ഉള്ളത് റെസ്റ്റ് മാസ് ആണ്. സോ ദർ ഇസ് നോ റിലേറ്റിവിസ്റ്റിക് മാസ് എന്ന് പറയും. അതേസമയം BSc സിലബസിൽ റിലേറ്റിവിസ്റ്റിക് മാസ് എന്നുള്ള കോൺസെപ്റ്റ് അങ്ങനെ തന്നെ പഠിപ്പിക്കാനുണ്ട്. സോ വി ഹാവ് സംടൈംസ് വി നീഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ മുൻപ് റിലേറ്റിവിസ്റ്റിക് മാസ് പഠിച്ചപ്പോൾ അവിടെ റെസ്റ്റ് മാസ് എന്നുള്ളത് m0 എന്നുള്ള ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. ഈ m0 എന്നുള്ള ക്വാണ്ടിറ്റി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. m0 എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് റിലേറ്റിവിസ്റ്റിക് മാസ് എന്നുള്ള നൊട്ടേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ m0 എന്നുള്ള ക്വാണ്ടിറ്റിയാണ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി. നമുക്ക് റിലേറ്റിവിസ്റ്റിക് മാസിൽ ഒരേ ഒരു മാസേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് m0 ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്റ്റ് ഒന്നും ആവശ്യമില്ല. വിൽ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് m. ഓക്കെ, ഇതിനെ വേറെ രീതിയിലും കൂടെ നമുക്ക് എഴുതാം. നമുക്കറിയാം ഫോർ വെക്ടറിന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത് പി മ്യൂ ഇസ് ഈക്വൽ ടു ഇ ബൈ സി പി വെക്ടർ. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം മൈനസ് ഇ സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ അല്ലെ. ഇത് മൈനസ് p0 സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഇ സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ബാക്കിയുള്ളത് പ്ലസ് പി വെക്ടർ സ്ക്വയർ, മോഡുലസ് ഓഫ് പി വെക്ടർ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ പി സ്ക്വയർ എന്ന് എഴുതാം. I think I better write as modulus of p vector square. Alright, so this is minus e square by c square plus p square. Okay, but ഇത് എന്താണ് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചത്, is equal to minus m square c square is equal to minus m square c square. അല്ലെങ്കിൽ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ see that e square is equal to p square c square plus m square c raised to 4. Alright, അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം അറിയുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എക്സ്പ്ലിസിറ്റ് ആയിട്ട് അറിയാതെ തന്നെ നമുക്ക് അതിന്റെ എനർജി കണ്ടുപിടിക്കാൻ കഴിയും. But if you know the momentum and the mass, you can find the energy. This also is a quite useful formula. E square is equal to p square c square plus m square c raised to 4. അപ്പോൾ എനർജിക്ക് നമുക്ക് രണ്ട് എക്സ്പ്രഷൻ എഴുതാം. m is equal to gamma m, E is equal to gamma mc square. പക്ഷേ ഗാമയുടെ ഉള്ളിൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വേണം. സോ ഇഫ് യു നോ ദ വെലോസിറ്റി യു ക്യാൻ ഫൈൻഡ് ദ എനർജി, ഓർ യു ക്യാൻ റൈറ്റ് E is equal to square root of p square c square plus m square c raised to 4. അപ്പോൾ ഇത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇനിയുള്ളത് റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് ആണ്. അപ്പോൾ റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂട്ടോണിയൻ ഡൈനാമിക്സിന്റെ റിലേറ്റിവിസ്റ്റിക് ജനറലൈസേഷൻ ആണ് എടുക്കുന്നത്. ന്യൂട്ടോണിയൻ ഇക്വേഷൻ നമുക്ക് F equal to dp by dt. ഈ ഇക്വേഷൻ നമ്മൾ റിലേറ്റിവിസ്റ്റിക് കോണ്ടെക്സ്റ്റിലും വാലിഡ് ആണ്. എന്ത് ചെയ്താൽ മതി, പി വെക്ടറിന് പകരം റിലേറ്റിവിസ്റ്റിക് മൊമെന്റ് ഇട്ടത് പി വെക്ടർ ഇസ് ഈക്വൽ ടു എം യു വെക്ടർ എന്നുള്ളതിന് പകരം ഗാമ എം യു വെക്ടർ എന്ന് എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് ഫൈൻ. സോ ദിസ് Newton's first law is already built into principle of relativity. Second law എന്ന് പറയുന്നത് F vector is equal to dp vector by dt. ഇതിൽ p vector എന്നുള്ളതിന് ഉള്ള relativistic moment ഇടുകയാണ്. This is fine. Alright, we have got the relativistic equation for dynamics. Alright, p vector എന്നുള്ളതിന് gamma mu vector എന്ന് മാത്രം ഇട്ടാൽ മതി. Alright, അതുപോലെ വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എന്ന് പറയുന്നതാണ് the net work done on a particle equals the increase in its kinetic energy. ഇതിനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മൾ അതായത് വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ആണ്. അതായത് ഡി ആർ വെക്ടർ എന്നുള്ള ഒരു ചെറിയ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡി ഡബ്ല്യു എസ് എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. റൈറ്റ്, ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദിസ്. ഡി ആർ വെക്ടർ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വർക്ക് ഡൺ ഫോർ എ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഡി ആർ വെക്ടർ ഇസ് എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ.
right? But total work done എന്ന് പറയുന്നത് you have to integrate all such quantities, right? Okay, right, ഇതാണ് വർക്ക് ഡണ്ണിന്റെ ഫോർമുല. അപ്പോൾ ഈ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് റിലേറ്റിവിറ്റിയിലും വാലിഡ് ആണ്, റൈറ്റ്? അത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഞാനത് ഇവിടെ പ്രൂവ് ചെയ്യുന്നില്ല, നിങ്ങളുടെ നോട്ട്സിൽ ഞാൻ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ക്യാൻ ചെക്ക്. പക്ഷെ ഇതിന്റെ ചില റിസൾട്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ട്രൂ, റൈറ്റ്? ഇത് ട്രൂ ആണെന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ഡിറൈവ് ചെയ്തെടുക്കാം. The proof that this is true is already given in your notes. You can check. All right, we don't want to spend time on that here. Please check that. All right. Okay. അത് ചെയ്യാൻ നമ്മൾ എഫ് വെക്ടർ എന്നുള്ളതിനാണ് ഡി പി വെക്ടർ ബൈ ഡി ടി എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിട്ട് പി വെക്ടറിന് എന്ത് ചെയ്യണം? ഗാമ എം യു വെക്ടറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, and then you play around with the equations a little bit, and in the end you will get that the result W is equal to final kinetic energy minus initial kinetic energy. Right? അപ്പോൾ ഇത് ഈ വർക്ക് എനർജി തിയറം വാലിഡ് ആണ്. ദിസ് മീൻസ് ദാറ്റ് W is equal to integral I to F, right? Initial to final, right? Whatever it could be, a point, initial point to the final point. F vector dot dr. Work energy theorem പറയുന്നത് this is the final kinetic energy minus initial kinetic energy. So let's assume this is true. അപ്പോൾ ഇത് കെ ഇ എഫ് മൈനസ് കെ ഇ ഐ എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും എം സി സ്ക്വയർ ആഡ് ചെയ്താലും മാറ്റമൊന്നുമില്ല, റൈറ്റ്? ഇവിടെ എം സി സ്ക്വയർ ആഡ് ചെയ്തു, ഇവിടെ എം സി സ്ക്വയർ ആഡ് ചെയ്തു, ദേ ക്യാൻസൽ. സോ ദിസ് അഗൈൻ ബിക്കംസ് കെ ഇ എഫ് മൈനസ് കെ ഇ ഐ. കെ ഇ സ്റ്റാൻഡ്സ് ഫോർ കൈനറ്റിക് എനർജി. ഓക്കെ, പക്ഷെ കൈനറ്റിക് എനർജി പ്ലസ് എം സി സ്ക്വയർ എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് എനർജിയാണ്, റൈറ്റ്? ദിസ് ഇസ് ദ ടോട്ടൽ റിലേറ്റിവിസ്റ്റിക് എനർജി. സോ വിൽ റൈറ്റ് ഇറ്റ് ആസ് ഇ എഫ് മൈനസ് ഇ ഐ, റൈറ്റ്? അപ്പോൾ നമ്മുടെ വർക്ക് എനർജി തിയറം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്, അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സിലുള്ള വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് W is equal to ഇ എഫ് മൈനസ് ഇ ഐ എന്നുള്ളതാണ്, റൈറ്റ്? കൈനറ്റിക് എനർജിയുടെ കാര്യത്തിൽ ശരിയാണെങ്കിൽ കൈനറ്റിക് എനർജിയും എന്താണ് ടോട്ടൽ എനർജിയും തമ്മിൽ റെസ്റ്റ് എനർജി എന്ന് പറയുന്ന ടേമിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഡസന്റ് മേക്ക് എ ചേഞ്ച്. സോ യു ക്യാൻ റൈറ്റ് ദ വർക്ക് എനർജി തിയറം ആസ് W is equal to ഇ എഫ് മൈനസ് ഇ ഐ. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണ്? എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. ഓക്കെ, എഫ് വെക്ടർ ഇസ് ഡി പി വെക്ടർ ബൈ ഡി ടി ഡോട്ട് ഡി ആർ വെക്ടർ ഇസ് ഈക്വൽ ടു ഇ എഫ് മൈനസ് ഇ ഐ. റൈറ്റ്? അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. വി റൈറ്റ് ദിസ് ആസ് ഡി പി ബൈ ഡി ടി. ഇതിനെ ഡി ആർ ബൈ ഡി ടി ഡി ടി എന്ന് എഴുതാം. ഡി ആർ വെക്ടർ എന്നുള്ളതിനെ ഡി ആർ ബൈ ഡി ടി ഡി ടി എന്ന് എഴുതാം. റൈറ്റ്? ദിസ് എക്സാക്ട്ലി ദ സെയിം. റൈറ്റ്? അതുപോലെ ഇ എഫ് മൈനസ് ഇ ഐ എന്നുള്ളതിനെ ഇന്റഗ്രൽ ഐ ടു എഫ് ഡി ഇ എന്ന് നമുക്ക് എഴുതാം. റൈറ്റ്? കാരണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി ഇ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇ എന്ന് കിട്ടും. ആൻഡ് വെൻ യു apply the limit, you will get EF minus EI. Alright, അപ്പോൾ EF minus EI എന്നുള്ളതിന് ഇന്റഗ്രൽ I to F D എന്ന് എഴുതാം. Alright, ഇനി dr vector by dt എന്ന് പറയുന്നത് അതിന്റെ പാർട്ടിക്കിൾ വെലോസിറ്റി ആണ്. സോ യു റൈറ്റ് ഇറ്റ് ആസ് u dt, right? dp vector by dt, this is the force. dr vector you write it as u vector dt, right? This is equal to integral I to F de, right? അപ്പോൾ ഇതിന്റെ അർത്ഥം ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രാൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിന്റെ മീനിങ് dp vector by dp by dt dot u dt is equal to de. Right? In other words, ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യാണ്. Right? In other words, dp by dt dot u is equal to de by dt. This is also fine. Okay? കാരണം dt കൊണ്ട് divide, you can think of it as dividing by dt. Actually, that's not a legitimate way of talking about it. പക്ഷെ നമ്മൾ ഫിസിക്സിൽ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. So let's just do it. Right? You divide by dt on both sides. You get dp by dt dot u is equal to de by dt. Alright? ഈ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? ഈ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് സ്ലോപ്പിയാണ്, ബട്ട് ദിസ് ഇസ് ഫൈൻ. ഓക്കെ, വി നീഡ് ദിസ് റിസൾട്ട്, ദാറ്റ്സ് വൈ വി ഡിഡ് ദിസ്. ആക്ച്വലി നമ്മൾ വർക്ക് എനർജി തിയറം റിലേറ്റിവിസ്റ്റിക് മൊമെന്റ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റെപ്പാണിത്. നമ്മൾക്ക് ആവശ്യമുള്ള റിസൾട്ട്, ദിസ് ഇസ് വാട്ട് വി നീഡ് ടു ടേക്ക് ഹോം ഓർ ടേക്ക് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. dp by dt dot u vector is equal to de by dt. Okay, in dp by dt എന്ന് പറയുന്നത് f vector ആണ്. So you can say that f vector dot u vector is equal to de by dt, or de by dt equal to f vector dot u vector. Right? This is the result we need to carry to the next class. Alright, so I hope you remember this. dp by dt dot u vector is equal to de by dt, or f vector dot u vector is equal to de by dt. നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ന്യൂട്ടന്റെ തേർഡ് ലോ, അതുപോലെ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ലോ ഓട്ടോമാറ്റിക്കലി വാലിഡ് ആണ്. സെക്കൻഡ് ലോ നമുക്ക് ഈ രീതിയിൽ ജനറലൈസ് ചെയ്യാം. തേർഡ് ലോ ജനറലി വാലിഡ് അല്ല. കാരണം തേർഡ് ലോ പറയുന്നത് എന്താണ്, തേർഡ് ലോ എന്താണ് പറയുന്നത്? ആക്ച്വലി ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മെക്കാനിക്സിന്റെ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ്, അതായത് കോൺടാക്ട് ഫോഴ്സ് അല്ലാത്ത ഫോഴ്സസ് ഉണ്ട്. കോൺടാക്ട് ഫോഴ്സ് അല്ലാത്ത ഫോഴ്സ് ഉണ്ട്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. റൈറ്റ്? രണ്ട് മാഗ്നറ്റ്സിന്റെ നോർത്ത് പോൾസ് തമ്മിൽ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കോൺടാക്ട് ഫോഴ്സ് അല്ല. റൈറ്റ്? ദിസ് ആർ ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ്. റൈറ്റ്? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അതിന്റെ എന്താണ് ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആയിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സൈമിൾട്ടേനിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രോബ്ലമാറ്റിക്.
സൈമിൾട്ടേനിയസ് എന്നുള്ള കോൺസെപ്റ്റ് പ്രോബ്ലമാറ്റിക്. അതായത് ഒരു ഫ്രെയിമിൽ ആക്ഷനും റിയാക്ഷനും സൈമിൾട്ടേനിയസ് ആണെങ്കിൽ വേറൊരു ഫ്രെയിമിൽ ആക്ഷനും റിയാക്ഷനും സൈമിൾട്ടേനിയസ് അല്ല. അതുകൊണ്ട് ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ജനറലി വാലിഡ് അല്ല. അതേസമയം കോൺടാക്ട് ഫോഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് ഓക്കെയാണ്. കോൺടാക്ട് ഫോഴ്സസ് ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വാലിഡ്. ബട്ട് ന്യൂട്ടൺസ് തേർഡ് ലോ ഇസ് നോട്ട് ജനറലി വാലിഡ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഫോഴ്സിന്റെ കോമ്പണൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള റിസൾട്ടാണ്. This is the last thing I hope we'll be doing in this class. Okay, so when we go from one inertial frame to another which is moving in the x direction with respect to a formula, അതായത് രണ്ട് inertial frames ഉണ്ട്. Alright, so the second frame is moving with the velocity v, say with respect to the first frame. Alright, അങ്ങനെയാണെങ്കിൽ ഈ ഫ്രെയിമിലുള്ള ഫോഴ്സിന്റെ കോമ്പണൻസും രണ്ടാമത്തെ ഫ്രെയിമിലുള്ള ഫോഴ്സിലെ കോമ്പണൻസും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എടുക്കുന്നത് എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ഡി പി വെക്ടർ ബൈ ഡി ടി. എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ഡി പി വെക്ടർ ബൈ ഡി ടി. ഇതാണ് നമ്മുടെ ഫോഴ്സിന്റെ ഡെഫിനേഷൻ. റൈറ്റ്, നമുക്ക് ആദ്യം ഇപ്പൊ നമ്മൾ ഈ രണ്ട് ഫ്രെയിം തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലാണ്. നമ്മൾ ആദ്യം മുതൽ എടുത്തിട്ടുള്ള അങ്ങനെയാണ്. രണ്ട് ഫ്രെയിം തമ്മിൽ എക്സ് ഡയറക്ഷനിലാണ് പരസ്പരം അകന്നു പോകുന്നത്. എക്സ് ഡയറക്ഷനാണ് പരസ്പരം അകന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം വൈ കോമ്പണന്റ് എടുക്കാം, ഫോഴ്സിന്റെ വൈ കോമ്പണന്റ് എടുക്കാം. എഫ് വൈ ബാർ ഇസ് ഈക്വൽ ടു ഡി പി വൈ ബാർ ബൈ ഡി ടി ബാർ. റൈറ്റ്, അതായത് എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ്. ഡി പി വെക്ടർ ബൈ ഡി ടി ആണ്. നമ്മൾ കോമ്പണന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എഫ് വൈ ഇസ് ഈക്വൽ ടു ഡി പി വൈ ബൈ ഡി ടി. റൈറ്റ്, അതേസമയം എഫ് വൈ ബാർ എന്ന് പറയുന്നത് ഡി പി വൈ ബാർ ഡിവൈഡഡ് ബൈ ഡി ടി ബാർ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്ന സമയത്ത് y is equal to y, okay, sorry, y bar is equal to y, z bar is equal to z എന്നാണ്. Right, x bar is equal to gamma x minus vt, goes like that. Right, y bar is equal to y, z bar equal to z. Okay, അപ്പോൾ ഇത് ഈ കോമ്പണൻസ് ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് മൊമെന്റത്തിന്റെ കോമ്പണൻസും ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡി പി വൈ ബാർ എന്ന് പറയുന്നത് ഡി പി വൈ തന്നെയാണ്. പക്ഷെ ഡി ടി ബാർ എന്ന് പറയുന്നത് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ഗാമ ഡി ടി മൈനസ് ഗാമ ബീറ്റ ബൈ സി dx. Okay, നമ്മുടെ യൂഷ്വൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ തന്നെയാണ്. ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഇൻ എ ഡിഫറൻഷ്യൽ ഫോം. യു ക്യാൻ ചെക്ക് ദ ഫസ്റ്റ് പ്രസന്റേഷൻസ്. ഓക്കെ, അതിൽ എഴുതിയിട്ടുണ്ട് ഈ ഫോമിൽ. അതായത് ദിസ് മീൻസ് ദിസ് ഇസ് ഗാമ ഡി ടി മൈനസ് ബീറ്റ ബൈ സി ഡി എക്സ്. റൈറ്റ്, അപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ദിസ് ഫോം. ദിസ് ഇസ് ഗാമ ഡി ടി മൈനസ് ബീറ്റ ഇസ് ആക്ച്വലി വി ബൈ സി, സോ ദിസ് ഇസ് വി ഡി എക്സ് ബൈ സി സ്ക്വയർ. ഓക്കെ, ഈ രീതിയിൽ എഴുതി നിങ്ങൾ വേഗം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവും. ഇറ്റ്സ് എ സെയിം തിങ്. ഓക്കെ, അതായത് ഡി ടി എന്നുള്ള ടേമിന്റെ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. Okay, ഇനി ഡി ടി കൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് ഡി പി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഗാമ 1 മൈനസ് ബീറ്റ ബൈ സി ഡി എക്സ് ബൈ ഡി ടി. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡി ടി. And what is dpy by dt? This is the y component of force. This is the y component of force. This is fy divided by gamma 1 minus beta ux by c. Okay, dx by dt is ux. Okay, in the velocity component. Right, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോഴ്സിന്റെ കോമ്പണൻസ് ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് കുറച്ച് ക്ലംസി ആയിട്ടാണ്. ഇറ്റ് ഡസന്റ് ലുക്ക് വെരി നൈസ്. റൈറ്റ്, ഇറ്റ്സ് നോട്ട് എ വെരി ഗുഡ് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് വെക്ടർ എന്ന് പറയുന്ന കാര്യം ഒരു ഫോർ വെക്ടർ അല്ല എന്നാണ് നമ്മൾ. ഒരു ഫോർ വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലല്ല ഇത് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. ഇറ്റ് ട്രാൻസ്ഫോംസ്, ഇറ്റ് ഹാസ് എ മെസ്സി ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി. റൈറ്റ്, സോ എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ഡി പി വെക്ടർ ബൈ ഡി ടി. ദിസ് ഇസ് നോട്ട് എ ഫോർ വെക്ടർ. റൈറ്റ്, ഇങ്ങനെ ഡിഫൈൻ ചെയ്ത ഒരു ഫോർ വെക്ടർ അല്ല, കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ട്രാൻസ്ഫോം ചെയ്യും. റൈറ്റ്, സെഡ് കോമ്പണന്റിനും എക്സാക്ട്ലി സെയിം ആണ്. യു ഗെറ്റ് എഫ് സെഡ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് സെഡ് ഡിവൈഡ് ബൈ ഗാമ 1 മൈനസ് ബീറ്റ യു എക്സ് ബൈ സി. റൈറ്റ്, ഇനി എക്സ് കോമ്പണന്റിന്റെ ട്രാൻസ്ഫോർമേഷൻ റൂൾ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവിടെ ന്യൂമറേറ്ററും ട്രാൻസ്ഫോം ചെയ്യും, ഡിനോമിനേറ്ററും ട്രാൻസ്ഫോം ചെയ്യും. റൈറ്റ്, ന്യൂമറേറ്റർ ട്രാൻസ്ഫോം ചെയ്യുന്നത് എക്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന പോലെയാണ്. എക്സ് ബാറും എക്സും തമ്മിലുള്ള റിലേഷൻ, എക്സ് ബാറും എക്സും ടിയും തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് പി എക്സ് ബാറും പി സീറോയും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം ഗാമ ഡി പി എക്സ് മൈനസ് ഗാമ ബീറ്റ ഡി പി സീറോ. റൈറ്റ്, അതായത് എക്സ് സീറോ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതി. സോ യു ക്യാൻ റൈറ്റ് എക്സും എക്സ് സീറോയും. You know that x bar can be related with x and x0 or x1 and x0, right? x1 and x0 or x and x0, right? അപ്പോൾ ആ നൊട്ടേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ x0യുടെ ടേംസിൽ എക്സ് ബാറിനെ x0യുടെയും എക്സിന്റെ ടേംസിൽ എഴുതുന്ന അതേ ട്രാൻസ്ഫോർമേഷനുകളാണ് ഗാമ ഡി പി എക്സ് മൈനസ് ഗാമ ബീറ്റ ഡി പി സോ. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഗാമ ഡി പി എക്സ് മൈനസ് ബീറ്റ ഡി പി സീറോ. റൈറ്റ്, നമ്മൾ എക്സിന്റെ കാര്യത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഗാമ x minus how did we write this? v by c multiplied by ct. Right, ഈ ct എന്ന് പറയുന്നതാണ് x0. ഓക്കെ, ഈ ct എന്ന് പറയുന്നതാണ് x0. അതായത് ഈ ഫോമിൽ എഴുതാണ് x bar is equal to gamma x minus
v by c x0. v by c ആണ് ബീറ്റ, സോ ദാറ്റ് ഇസ് ഗാമ എക്സ് മൈനസ് ബീറ്റ x0. ഓക്കെ, ഈ ഫോമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. alright, അപ്പോൾ എക്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ രീതിയിലാണ് ഡി പി എക്സും ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ വി റൈറ്റ് ഗാമ ഡി പി എക്സ് മൈനസ് ഗാമ ബീറ്റ ഡി പി 0. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അതുപോലെ ഡിനോമിനേറ്ററിനും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഡിനോമിനേറ്റർ ഓൾസോ ട്രാൻസ്ഫോംസ് dt bar is equal to gamma dt minus gamma beta by c dx. Again, divide throughout by dt, numerator and denominator. dpx by dt minus beta dp0 by dt, 1 minus beta by c dx by dt. All right. Now dpx by dt is fx. Okay, dpx by dt is fx, and dp0 by dt എന്ന് പറയുന്നത് de by dt ആണ്. കാരണം നമുക്കറിയാം p0 is equal to e by c. p0 is equal to e by c. Alright, but dp0 by dt is simply d1 by c de by dt. Right? So dp0 by dt is 1 by c de by dt. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ബീറ്റ ബൈ സി എന്ന് പറയുന്നതുകൊണ്ടാണ് ദിസ് കംസ് ഫ്രം ദിസ് 1 by c and then you have got de by dt. Right? 1 minus ഡിനോമിനേറ്ററിൽ അതുപോലെ 1 minus beta ux by c. Alright, നമ്മൾ de by dt എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. de by dt എന്നുള്ളത് നമുക്ക് f dot u എന്ന് എഴുതാം, f vector dot u vector എന്ന് എഴുതാം. ആ ടേംസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ this you can write as fx minus beta u vector dot f vector divided by c. കാരണം de by dt എന്നുള്ളതിനെ നമ്മൾ f vector dot u vector അല്ലെങ്കിൽ u vector dot f vector എന്ന് എഴുതി. ശ്രദ്ധിക്കുക, u vector നമ്മൾ എഴുതുമ്പോൾ these are the spatial components. Right? These are the spatial components. 1 minus beta ux by c. Right? So this is how the x component of force transforms. Alright, അപ്പോൾ ഒരു സ്പെഷ്യൽ കേസിൽ ഇക്വേഷൻസ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. അതായത് ഇഫ് ദ പാർട്ടിക്കിൾ ഇസ് അറ്റ് റെസ്റ്റ് ഇൻ എസ്, നമ്മുടെ ഫ്രെയിമിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ യു വെക്ടർ 0 ആണ്. ഓക്കെ, ഇഫ് ദ പാർട്ടിക്കിൾ ഇസ് അറ്റ് റെസ്റ്റ് ഇൻ യുവർ ഫ്രെയിം യു വെക്ടർ 0. അപ്പോൾ യു വെക്ടർ 0 നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ഇറ്റ് ബിക്കം സിമ്പിൾ. അതായത് എഫ് എക്സ് ബാർ ഇസ് ഈക്വൽ, ഇവിടെ യു 0 ആണെങ്കിൽ ദിസ് ഗോസ് ആൻഡ് ദിസ് ഓൾസോ ഗോസ്, എഫ് എക്സ് ബാർ ഈക്വൽ ടു എഫ് എക്സ്. അതുപോലെ എഫ് വൈ ബാർ എന്താണ്, വാട്ട് ബിക്കംസ് ടു എഫ് വൈ ബാർ, എഫ് വൈ ബാർ ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുകയാണെങ്കിൽ യു എക്സ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദിസ് ബിക്കംസ് fy divided by gamma. Right? അതുപോലെ fz bar is equal to fz divided by gamma. It has a simple transformation property. If the velocity of the particle is 0 in your frame, നിങ്ങളുടെ ഫ്രെയിമിൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 ആണെങ്കിൽ ട്രാൻസ്മിറ്റ് സിമ്പിൾ ആണ്. ഈ എഫ് വൈനെയും എഫ് സെഡിനെയും നമുക്ക് ട്രാൻസ്വേഴ്സ് കോമ്പണൻസ് ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കാം. ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ടു ഡയറക്ഷൻ ഓഫ് മോഷൻ, മോഷൻ ഓഫ് ദ ഫ്രെയിംസ്. രണ്ട് ഫ്രെയിംസ് തമ്മിൽ എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ കോമ്പണൻസ് എന്ന് വിളിക്കും. എഫ് എക്സ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ളതിനെ നമ്മൾ എഫ് ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്, എഫ് വൈയും എഫ് സെഡും. അപ്പോൾ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ട്രാൻസ്വേഴ്സ്, റൈറ്റ്, എഫ് ട്രാൻസ്വേഴ്സ് ബാർ ഇസ് ഈക്വൽ ടു 1 by gamma എഫ് ട്രാൻസ്വേഴ്സ്. അതായത് ദിസ് ഇസ് ട്രൂ ഫോർ എഫ് സെഡ് ആൻഡ് എഫ് വൈ, റൈറ്റ്, ആൻഡ് എഫ് പാരലൽ, right, or f longitudinal component of force f bar is equal to f bar parallel is equal to f parallel. Right, ഈ പാരലലും പെർപെൻഡിക്കുലർ നമ്മൾ പറയുന്നത് എക്സ് ഡയറക്ഷന് പാരലൽ ആണോ പെർപെൻഡിക്കുലർ ആണോ എന്നനുസരിച്ച്. കാരണം നമ്മൾ റിലേറ്റീവ് മൂവ്മെന്റ് എടുത്തിരിക്കുന്ന എക്സ് ഡയറക്ഷനിലാണ്. റൈറ്റ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗാമ വി ബീറ്റ എന്നുള്ള ക്വാണ്ടിറ്റീസ് ഇറ്റ്സ് റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് എസ് ബാർ വിത്ത് റെസ്പെക്ട് ടു എസ്. ഇതൊക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. അതേസമയം യു എന്ന് പറയുന്നത് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണ്. Right, so gamma, v and beta are related to the motion, relative motion between the frames, whereas u is for the particle velocity in your frame. Right, that's the particle velocity in the particular frame. Right, okay, ഇപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ബിഹേവിയർ നമുക്ക് അത്ര ഇഷ്ടമല്ല. സോ യു ക്യാൻ ആസ്ക്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഫോഴ്സ്, അതായത് നമ്മൾ നേരത്തെ ഫോർ മൊമെന്റം, ഫോർ വെലോസിറ്റി അല്ലെ പ്രോപ്പർ വെലോസിറ്റി, ഫോർ മൊമെന്റ്, ഇതൊക്കെ നൈസ് ആയിട്ട് ഫോർ വെക്ടേഴ്സ് ട്രാൻസ്ഫോം ചെയ്യുന്ന അതേ രീതിയിലാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതിക്കൂടാ എന്ന് ചോദിക്കും. നമുക്ക് അങ്ങനെ എഴുതാം. അതായത് വി ക്യാൻ ഡിഫൈൻ മിങ്കോസ്കി ഫോഴ്സ്, പ്രോപ്പർ ഫോഴ്സ്. നമുക്ക് മിങ്കോസ്കി ഫോഴ്സ് അല്ലെ പ്രോപ്പർ ഫോഴ്സ് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. കെ മ്യൂ ഇസ് ഈക്വൽ ടു ഡി പി മ്യൂ ബൈ ഡി ടോ. റൈറ്റ്, അത് നമ്മൾ നേരത്തെ എഴുതിയത് എഫ് വെക്ടർ ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇവിടെ ന്യൂമറേറ്ററും ട്രാൻസ്ഫോം ചെയ്യും, ഡിനോമിനേറ്ററും ട്രാൻസ്ഫോം ചെയ്യും. റൈറ്റ്, അതുകൊണ്ടാണ് അത്ര രസമില്ലാത്ത ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ് കിട്ടുക. അതേസമയം നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഫോർ കെ മ്യൂ ഇസ് ഈക്വൽ ടു ഡി പി മ്യൂ ബൈ ഡി ടോ എന്ന് എഴുതാം. ഡി ടോന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഇസ് ദ പ്രോപ്പർ ടൈം, ഇറ്റ് ഈസ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. ഇറ്റ്സ് റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ്. അതുകൊണ്ട് കെ മ്യൂ എന്ന് പറയുന്നതിന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡി പി മ്യൂന്റെ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടി തന്നെയായിരിക്കും. ഡി പി മ്യൂ ട്രാൻസ്ഫോംസ് ആസ് എ
4 vector that we have already seen. So this k mu also transforms as a 4 vector. That is our proper force അല്ലെങ്കിൽ Minkowski force എന്ന് പറയും. Alright. So, okay, so this is a 4 vector. ഇതിന്റെ സ്പേഷ്യൽ കോമ്പണൻസും അതുപോലെ സ്പേഷ്യൽ കോമ്പണൻസും ടൈം കോമ്പണന്റും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വാട്ട് ഡു വി ഗെറ്റ് ഫോർ സ്പേഷ്യൽ കോമ്പണൻസ് ആൻഡ് ടൈം കോമ്പണൻസ്. ഞാൻ സ്പേഷ്യൽ കോമ്പണന്റ് ഇപ്പോൾ ഇവിടെ ചെയ്യാം. കെ വെക്ടർ അല്ലെങ്കിൽ കെ ഐ എന്ന് പറയുന്നത് ഡി പി ഐ ബൈ ഡി ടി, അല്ലെങ്കിൽ കെ വെക്ടർ എന്ന് പറയുന്നത് these are the 3 components only. K vector എന്ന് വെച്ച് these are the 3 components only. Okay, these are dp vector by dt. Okay, sorry, d tau. d tau ആണുള്ളത്, so it's d tau. Okay, d tau. Okay, ഇതിനെ നമുക്ക് dp vector by d tau എന്നുള്ളതിനെ dt by d tau multiplied by dp by dt എന്ന് എഴുതാം. Okay, there's a dt here and there's a dt here, so it's the same thing. Alright, so we can write as dt by d tau dp vector by dt. dp vector by dt ആണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഫോഴ്സ്. dt by d tau is square root of 1 minus u square by c square. Alright, the reason for that is d tau is equal to dt is equal to, or d tau is equal to square root of 1 minus u square by c square dt എന്നിവിടെ substitute ചെയ്താൽ മതി. d tau is square root of 1 minus u square by c square dt. Okay, that's a relation connecting d tau and dt, and then you get this relation. Okay, k vector is equal to 1 by square root of 1 minus u square by c square f vector. ഈ f vector എന്ന് പറയുന്നത് dp vector by dt ആണ്. So k vector എന്ന് പറയുന്നത് dp vector by d tau ആണ്. Alright, so this is the Minkowski force. We will be using this. Okay, we will be using Minkowski force later on. ഇതിന്റെ zeroth component നിങ്ങൾ വർക്ക് ചെയ്യാൻ I leave it to you to interpret it. Alright, zeroth component എന്താണ്, how do you interpret it, I will leave it to you. Alright, okay. Alright, അപ്പോൾ റിലേറ്റിവിസ്റ്റിക് ഡൈനാമിക്സ് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓർഡിനറി ഫോഴ്സിന്റെ ടേംസിൽ ചെയ്യാം, അതായത് ഡി പി വെക്ടർ ബൈ ഡി ടിയുടെ ടേംസിൽ ചെയ്യാം, അല്ലെങ്കിൽ മിങ്കോസ്കി ഫോഴ്സിന്റെ ടേംസിൽ ചെയ്യാം, ഡി പി മ്യൂ ഡിവൈഡഡ് ബൈ ഡി ടോ എന്നുള്ള രീതിയിൽ. മിങ്കോസ്കി ഫോഴ്സിന്റെ ടേംസിൽ ചെയ്യുന്നതാണ് കൂടുതൽ എലഗന്റ്, കാരണം ഓട്ടോമാറ്റിക്കലി റിലേറ്റിവിസ്റ്റിക്കലി ഇൻവേരിയന്റ് ആയിട്ടുള്ള റിലേറ്റിവിസ്റ്റിക്കലി കൊവേരിയന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഈ ഇക്വേഷൻ കെ മ്യൂ ഈക്വൽ ടു ഡി പി മ്യൂ ബൈ ഡി ടോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലോറൻസ് കൊവേരിയന്റ്. ഓക്കെ, ട്രാൻസ്ഫോംസ് നൈസ്ലി വെൻ യു go from one frame to another. നമ്മൾ ഏത് ഫ്രെയിമിൽ നോക്കിയാലും അവിടുത്തെ ഇക്വേഷൻ മിങ്കോസ്കി ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കെ മ്യൂ ഈക്വൽ ടു ഡി പി മ്യൂ ബൈ ഡി ടോ തന്നെയായിരിക്കും. ബിക്കോസ് 4 വെക്ടേഴ്സ് ആർ ആക്ച്വലി ഇൻവേരിയന്റ് ഒബ്ജക്ട്സ് വെൻ യു മേക്ക് ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 4 വെക്ടറിന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഇത് ഇൻവേരിയന്റ് ആണ്, ദേ ഡോണ്ട് ചേഞ്ച്. So that's why we want to write them in terms of 4 vector. പക്ഷെ നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളത് ഒബ്ജക്റ്റിന്റെ ഡൈനാമിക്സ്, നമ്മുടെ കോർഡിനേറ്റ് ടൈം അനുസരിച്ച് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, ഇവോൾവ് ചെയ്യുന്നതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാണ്ട് വരുന്നത്. നമുക്ക് റെഫറൻസ് ഫ്രെയിം ഉണ്ട്, നമ്മുടെ റെഫറൻസ് ഫ്രെയിമിലുള്ള ടൈമിനെയാണ് നമ്മൾ കോർഡിനേറ്റ് ടൈം എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളത് വി മേ നീഡ് ദ ട്രജക്ടറി ഓഫ് ദ ഒബ്ജക്റ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. Alright, the trajectory of the object as a function of time. Alright, അങ്ങനെയാണ് ആവശ്യമെങ്കിൽ we will have to use this equation. Alright, or we can use this equation and then come back to this equation. In any case, it depends on what we are interested in.